ഈ കാന്തപുരം സമസ്തയിലെ ഉത്തരവാദപ്പെട്ട സെക്രട്ടറി മുഷാവറയുടെ സെക്രട്ടറി പോസ്റ്റിൽ ഇരിക്കുന്ന സാക്ഷാൽ പേരൂട്ടുകാരൻ മൗലവി. നമുക്ക് ആരോടും വ്യക്തിപരമായ വിരോധമില്ല. നമ്മളുടെ വിഷയം മശായിഖുമായി ബന്ധപ്പെട്ട വിഷയം, അള്ളാഹ്, റസൂൽ, മശായിഖ്, അതാണ് ദീൻ, അതാണ് നമ്മുടെ അടിസ്ഥാനം. ആ വിഷയത്തിൽ ആരൊക്കെ ഏതൊക്കെ രൂപത്തിൽ പുറംതിരിഞ്ഞ സമീപനം സ്വീകരിക്കുന്നുണ്ടോ അവരോട് സന്ധിയാകാൻ നമ്മൾ ഒരുക്കമല്ല. അവരോട് നമുക്ക് വെറുപ്പാണ്. അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചേർന്ന് നിൽക്കുന്നവരോട് നമുക്ക് സ്നേഹമാണ്. അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ. നമ്മുടെ സ്നേഹത്തിന്റെ മാനദണ്ഡം അല്ലാഹിയായ സ്നേഹം, നമ്മുടെ വെറുപ്പിന്റെ മാനദണ്ഡം അല്ലാഹിയായ വെറുപ്പ്. അതുകൊണ്ട് തന്നെ മശായിഖന്മാരെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആളുകളോട് ഒരിക്കലും നമുക്ക് സന്ധിയാകാൻ കഴിയില്ല. അതാണ് ഈ പേരൂട്ടുകാരൻ മൗലവിയോടുള്ള നമുക്കുള്ള വിയോജിപ്പ്, പൊന്മളക്കാരൻ മൗലവിയോടുള്ള വിയോജിപ്പ്, അതുപോലെ തന്നെ അബ്ദുൽ ഹക്കീം മൗലവിയോടുള്ള നമ്മുടെ വിയോജിപ്പ്. ഇതുപോലുള്ള മൗലവിമാരോട് നമുക്കുള്ള വിയോജിപ്പ് വ്യക്തിപരമല്ല, ആദർശാധിഷ്ഠിതമാണ്, ആശയപരമാണ്, ദീനുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അല്ലാഹിയായ വെറുപ്പ്, അല്ലാഹിയായ വിഷയത്തിലുള്ള വെറുപ്പ്. അല്ലാതെ ഏതെങ്കിലും സംഘടനയോട് നമുക്ക് ഒരു സ്ഥായിയായ വെറുപ്പ്, അങ്ങനെയല്ല. ആ കൂട്ടത്തിൽ തന്നെ പെട്ട നല്ല മനുഷ്യന്മാരില്ലേ, നമ്മൾ അവരെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. കഴിഞ്ഞു പോയവരില്ലേ, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളുകളില്ലേ, ഇതൊരിക്കലും വ്യക്തിപരമായ ഒരു വിമർശനമായി അതിനെ മനസ്സിലാക്കേണ്ടതില്ല. അപ്പം പറയുന്നത് എന്താ വെച്ചാല്, നമുക്ക് ആരോടും വ്യക്തി വിരോധമില്ല, അള്ളാന്റെ ദീനുമായി ചേർന്ന് നിൽക്കുന്നവരോട് നമുക്ക് സ്നേഹമാണ്, അല്ലാത്തവരോട് വെറുപ്പാണ്. എന്നിട്ട് അള്ളാന്റെ ദീനിനോട് ചേർന്ന് നിൽക്കാത്ത ആളുകളായിട്ട് ഇപ്പം വിലയിരുത്തുന്നത് ആരെയാണ്? ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെ, അതുപോലെ തന്നെ പൊന്മള ഉസ്താദിനെ, അതുപോലെ തന്നെ AP ഉസ്താദിന്റെ മകൻ ഹക്കീം ഉസ്താദിനൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. അവരത്രേ ദീനോട് ചേർന്ന് നിൽക്കാത്തവര്. അപ്പൊ അവരോട് വെറുപ്പാണ്. അപ്പൊ ദീനോട് ചേർന്ന് നിൽക്കുന്നവരോടൊക്കെ വലിയ സ്നേഹമാണ്. നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്തിയാൽ നമുക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്, അദ്ദേഹം കുറ്റ്യാടിയിലെ സിറാജുൽ ഹുദ, ആ സിറാജുൽ ഹുദയിൽ എത്ര മക്കള് മതവിദ്യാഭ്യാസം നടത്തുന്നുണ്ട്. ആ മക്കളെ പോറ്റുന്ന ഉസ്താദിനോട് എനിക്ക് വെറുപ്പാണ്. ഇതിപ്പം പറയുന്നത് മറ്റൊന്നാണ്. അതുപോലെ തന്നെ ഇനി പൊന്മള ഉസ്താദിനെ നമുക്കറിയാം. പൊന്മള ഉസ്താദിന്റെ ധാരാളം ശിഷ്യന്മാര്, ഒരുപാട് ശിഷ്യന്മാരെ നമുക്കൊക്കെ കാണാൻ പറ്റും. അത്രയും ശിഷ്യന്മാരുള്ള പൊന്മള ഉസ്താദ്, ആ ഉസ്താദ് അത്രക്കധികം പറഞ്ഞു കൊടുത്ത ഉസ്താദ്, ആ ഉസ്താദിനോട് എനിക്ക് വെറുപ്പാത്തനെ. നോക്കണങ്ങൾ, അവര് ദീനിനെതിര് പറയുന്നവരാണ്, ദീനെതിരെ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് പൊന്മള ഉസ്താദിനോട് വെറുപ്പാണ്. പിന്നെ AP ഉസ്താദിന്റെ മകനായിരിക്കുന്ന അബ്ദുൽ ഹക്കീം ഉസ്താദ്, ആ ഉസ്താദിനോടും വെറുപ്പാണ്. എത്രമാത്രം സേവനങ്ങൾ ഇവർ ചെയ്യുന്നുണ്ടല്ലേ കേരളത്തിന് പുറത്ത്, ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ദീനി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഉസ്താദുമാരോട് ഇവന്മാർക്ക് വെറുപ്പാണ്. കാരണം അവർ ചെയ്യുന്നത് ദീനിനെതിരാണ് എന്നാണ് ഇപ്പൊ പറഞ്ഞു തരുന്നത്. യഥാർത്ഥ ദീനി കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ദീനിനെതിരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ വെറുപ്പാണ് എന്നാണ് ഇവന്റെ കണ്ടെത്തൽ. ഇനി ഇവന് സ്നേഹമുള്ള ഒരു വിഭാഗമുണ്ട്, അവരാരാന്നുള്ളത് നമുക്ക് കേട്ടോക്കാം. അവൻ പറയുന്നതിനെ, നമ്മുടെ ഭാരതാംബയുടെ മുന്നോട്ടുള്ള ഗമനത്തിനു വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി കൈകോർത്തു പിടിക്കാം. നമ്മുടെ രാജ്യത്തിന്റെ ഈ ബഹുസ്വരതയെ, രാജ്യത്തിന്റെ നാനാത്വത്തിലേകത്വം എന്ന മഹത്തായ പൈതൃകത്തെ തച്ചു തകർത്തു തരിപ്പണമാക്കാൻ കടന്നു വരുന്ന ഏതൊക്കെ രൂപത്തിലുള്ള രാക്ഷസന്മാരുണ്ടോ അവരെയൊക്കെ ജാതി, മത, രാഷ്ട്രീയ, കക്ഷി ഭേദമന്യേ എല്ലാവരും ഒരേ മനസ്സോടുകൂടി കൈകോർത്തു പിടിച്ച് നമ്മുടെ മോദിജിക്ക് കരുത്തു പകർന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ ശക്തമായി നിലനിർത്താൻ, ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ ഈ സാവിയത്ത് സൂഫിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട വന്യരായ ഗുരുവര്യരുടെ നേതൃത്വത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്ന സന്തോഷ വാർത്ത കൂടി രാജ്യത്തിന്റെ മോദിജിയുടെ പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അതിഥികളെ ഇത്തരണത്തിൽ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കേട്ടിടങ്ങള് അള്ളാന്റെ ദീനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് ഇവൻ പറഞ്ഞ അടിസ്ഥാനത്തിലെ ആളുകൾ അല്ലെ. അപ്പൊ അവരോടാണ് ഇവന്റെ സ്നേഹമുള്ളത്. അത് നമ്മളൊന്ന് വിലയിരുത്തിയാൽ മതി, എന്താണ് അത്രക്കാരെ സ്നേഹം എന്നുള്ളത്. ഇപ്പോ കേരളത്തിൽ തന്നെ മുസ്ലിം വിഭാഗങ്ങളില് ഒരു വിഭാഗം, ഈ കുരുവട്ടൂരികൾ മാത്രമാണ് RSSനെ പിന്താങ്ങുന്ന ആളുകളുണ്ട് കേരളത്തിൽ. വേറെ ആരും RSSനെ മൂടുതാങ്ങുന്നവരൊന്നല്ല. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇത്തരം നേതാക്കന്മാർ ഇവർ പോയി കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. RSS നേതൃത്വത്തെ, അത് BJP നേതൃത്വത്തെ എന്തിനു വേണ്ടിയിട്ടാണ്? എങ്ങനെങ്കിലും നമ്മുടെ ദീനിനെ, ഇസ്ലാമിന്റെ തനതായ ആശയത്തെയും ആദർശത്തെയും പൊളിച്ച് ഇവർ കരുതിയ എന്തോ ഒരു രീതിയുണ്ട്, ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് പല കളികളും കളിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉസ്താദുമാർക്കെതിരെ കള്ളക്കേസുകളും, അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങൾക്കെതിരെ പല രീതിയിലുള്ള ആരോപണങ്ങളും ഇവർ തന്നെ ഇങ്ങനെ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അതെന്ത് ചെയ്യും? BJP ഒരു ആയുധമായിട്ട് അത് ഏറ്റെടുക്കും. അതിനുവേണ്ടി ഇത്തരം ആൾക്കാരെ ഈ BJP തന്നെ മുന്നിട്ടിറക്കിയതാണ്. നോക്കൂ നിങ്ങൾ, ഇനി ഇത് മാത്രമല്ല, BJPയുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഇപ്പോൾ MLA ആയിട്ടുള്ള ഒരു നേതാവുണ്ടല്ലോ, പ്രധാനപ്പെട്ട ആൾ, അയാളെ മുമ്പ് പോയിട്ട് അയാളുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അതിലെ ചെറിയൊരു ഭാഗം അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് കേട്ടോക്കാം. മോദിജിയുടെ ശ്രമങ്ങൾ അത് മുക്തകണ്ഠം പ്രശംസനീയമാണ്. അപ്പൊ ആ നീക്കങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ പിന്തുണയുണ്ട് എന്നതാണ്. അപ്പോ ഇതതിന്റെ ചെറിയൊരു ഭാഗമാണ് അവരെന്നെ പുറത്തുവിട്ടതാണ്. അപ്പോൾ മോദിജിക്ക് എല്ലാവിധ പിന്തുണയും BJP
എ വിഭാഗത്തിന് എല്ലാ പിന്തുണയും സഹായവും കേരളത്തിൽ പ്രഖ്യാപിച്ച ഒരേ ഒരു സംഘടനയാണ് ഈ വട്ടൂരികൾ. അപ്പോൾ ഇവരാണ് ഈ ഉസ്താദുമാരോട് വെറുപ്പാണെന്ന് പറയുന്നത്. അതങ്ങനെ തന്നെ ആവും വരിക. പക്ഷെ ഇത് തിരിച്ചിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കേൾക്കുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും.